ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയുടെ ഉൾഭാഗം. ഓക്കെ, അതിനകത്ത് ഈ കാണുന്നതാണ് സോണാർ എന്ന് പറയുന്ന സാധനം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം. കാരണം അത് ഉപയോഗിച്ചാണ് ഡ്രൈവർ ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്യുന്നത്, ഷിഫ്റ്റിൽ ഇൻ ആൻഡ് ഔട്ട് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ എത്ര മണിക്കൂർ വണ്ടി ഓടിച്ചു, എപ്പോൾ ചാർജ് ചെക്ക് ചെയ്തു, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ നോക്കുന്നത് അതിനകത്ത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, സ്പീഡിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ റേഡിയോ ആണ്. ഓക്കെ, ഇതാണ് ഡോർ ഓപ്പൺ ക്ലോസ് സ്വിച്ച്. ഓക്കെ, ഇത് പിന്നെ ഗിയർ, ഇത് റേഡിയോ മൈക്ക്. ഓക്കെ, പിന്നെ ബാക്കി ഇതൊക്കെ അറിയാലോ. സ്റ്റിയറിങ്, ഇത് ക്രൂസ് കൺട്രോള്. ഓക്കെ, ഇപ്പുറത്ത് കാണുന്നതാണ് വൈപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിലാണ് ഇവിടെയാണ് ഹസാർഡ് ലൈറ്റിനൊക്കെ കൊടുത്തേക്കുന്നത്. ചില ബസ്സുകൾക്ക് അത് സ്റ്റിയറിങ്ങിൻ്റെ മേളിലായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബസ് ആയതുകൊണ്ട് ഇതിനെ വന്നേക്കുന്നതെല്ലാം ഇവിടെയാണ്. ഇത് ജസ്റ്റ് പുള്ളി ചെയ്താൽ മാത്രം മതി. ഇത് ഹെഡ്ലൈറ്റ് സ്വിച്ച്, ഇത് പാനൽ സ്വിച്ച്. പിന്നെ ഇത് നമുക്ക് വണ്ടിയുടെ അകത്ത് പിള്ളേരോട് സംസാരിക്കാൻ വേണ്ടിയുള്ള മൈക്കാണ്. അത് സ്റ്റീരിയോ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കേൾക്കാൻ പറ്റാത്തത്. പിന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ സ്വിച്ച്, ഇത് 2 ഫാൻ. പിന്നെ ഇത് ഹീറ്റേഴ്സിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത് മൊത്തം. ഓക്കെ, ഇത് പിന്നെ ക്യാമറ. നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇതുമേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പെട്ടെന്ന് സേവായി നമ്മുടെ ഡിസ്പാച്ചിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ, നമ്മുടെ ഡ്രൈവർ സൈഡ് ഹീറ്റേഴ്സിൻ്റെ സ്വിച്ചുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് മിറർ, ഹീറ്റഡ് മിറേഴ്സിൻ്റെ സ്വിച്ച്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ സ്വിച്ച്. അത് കാൽഗറിയിൽ യൂസ് ചെയ്യാറില്ല, ബാക്കി കാനഡകളിലെ ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ബസ്സിൽ സ്റ്റോപ്പ് സൈൻ ആക്ടിവേറ്റ് ആവുന്നത്. അത് ഈ സ്വിച്ച് ആക്ടിവേറ്റ് ആയതിനു ശേഷം നമ്മൾ ആംബർ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി ഇതാണ്. അതേപോലെ തന്നെ റെഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ സ്റ്റോപ്പ് സൈനും ആംസും പുറത്തേക്ക് വരാൻ വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഇതാണ്. ഓക്കെ, പിന്നെ ഇതെല്ലാം ഡ്രൈവർ സൈഡ് ലൈറ്റ്. പിന്നെ ഇത് പാസഞ്ചർ സൈഡ് ലൈറ്റ്. അപ്പോൾ ഇത് 2 മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോണാർ എന്ന് പറഞ്ഞ സാധനം ഇതേപോലത്തെ കുറേ സെൻസറുകൾ വണ്ടിയുടെ ചുറ്റിനുമുണ്ട്. അപ്പം നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചുറ്റിനും നടന്ന് ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് കിടന്ന് കാണിച്ചാൽ, മീൻസ് അതിൽ കൊണ്ട് ടച്ച് ചെയ്താൽ മാത്രമാണ് സോണാർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. എന്ന് വെച്ചാൽ അതിനകത്ത് പഞ്ചിങ് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലിൽ അവിടെ പോയി ചെയ്തില്ല എന്നാണ് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലൂ ബേർഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ഷൻ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതിപ്പോൾ സ്റ്റോപ്പ് സൈൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് അറിയാൻ പറ്റും. മേളിൽ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ലൈറ്റ് കത്തും. അങ്ങനെ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഏറ്റവും ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പോയി നെക്കിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഹോൺ ആക്ടിവേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ ജസ്റ്റ് നോക്കും. എന്ന് വെച്ചാൽ ചൈൽഡ് ചെക്ക്, ഒരു കുട്ടി വണ്ടിയിലുണ്ട്, ഡ്രൈവർ മര്യാദയ്ക്ക് ചെക്ക് ചെയ്യാതെ പോയി എന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബാക്കിൽ സ്വിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഡ്രൈവർ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ പോയി ആ സ്വിച്ച് നെക്കിയില്ലെങ്കിൽ ഹോൺ ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്തായാലും ഡ്രൈവർ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് വല്ല കുട്ടികളോ കാര്യങ്ങളോ വണ്ടിയിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി വെച്ചേക്കുന്ന സ്വിച്ചാണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളൊരു ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡോർ ഓൺ ഓഫ് ചെയ്യണ സ്വിച്ച് ഇതാണെന്ന്. ഇത് ഓട്ടോമാറ്റിക്കലാണ് ഓൺ ഓഫ് ചെയ്യണേ. അതേപോലെ തന്നെ നമുക്ക് മാനുവലിൽ ഈ ലിവർ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോറ് പുഷ് ചെയ്ത് തുറക്കാനും ഇതാക്കും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലിലേക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പിന്നീട് ഒരിക്കലും കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിക്കുന്ന വണ്ടി ബ്ലൂ ബേർഡാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഇനി IC ബസ്സോ അല്ലെങ്കിൽ തോമസ് ബസ്സോ കിട്ടുമ്പോൾ അതിൻ്റെ സ്വിച്ചുകളും അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അതുവരെ ബൈ.